വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അളവ് കപ്പ് ഒന്നുമില്ലാതെ ഈസി ആയിട്ട് സ്പൂൺ കൊണ്ട് മെഷർ ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ വീഡിയോ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി അതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വനില കേക്ക് എങ്ങനെ അളവ് കപ്പും ഓവണും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. ഇതിനായിട്ട് ഞാൻ മിക്സിയുടെ മീഡിയം ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട ഇട്ടിട്ടുണ്ട്. വലിയ കോഴിമുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ഒരു ടേബിൾ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പൂണുകളിൽ വലിപ്പമുള്ള സ്പൂണില്ലേ, ആ ഒരു സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു സ്പൂൺ അളവിൽ 8 സ്പൂണ് ഓയിലാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഓയിൽ എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യുക, പക്ഷേ ഫ്ലേവർ ഇല്ലാത്തതാവണം. ഒലീവ് ഓയിൽ, കോക്കനട്ട് ഓയിൽ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഈ ഒരു കേക്കിന് വരും. അപ്പം നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ മിക്സ്ഡ് വെജിറ്റബിൾ ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതേ അളവ് തന്നെ ഞാൻ പാൽ ഈ ഒരു മിക്സ്ചറിലേക്ക് ചേർക്കുന്നുണ്ട്. 8 ടേബിൾ സ്പൂൺ തന്നെയാണ് പാലും ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് 1/2 കിലോൻ്റെ മേലെ വെയിറ്റ് ഉണ്ടാവും. നമ്മൾ ഇന്ന് എല്ലാ അളവും ഈ ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഞാൻ ഈ ഒരു മിക്സിയിൽ റെസിപ്പി കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പറയാറുണ്ട് കയ്യിൽ ബീറ്ററൊന്നുമില്ല, അപ്പോൾ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കാണിക്കണം എന്നുള്ളത്. ഇനി നമുക്കിതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണിൻ്റെ പകുതിയാണ് വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഇതിലേക്ക് 16 സ്പൂണാണ് ചേർക്കുന്നത്. 16 സ്പൂണ് മെഷർ ചെയ്തിട്ട് ഓരോ തവണ ഈ ഒരു മിക്സിയിലേക്ക് ചേർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് 16 സ്പൂണ് മെഷർ ചെയ്ത് ഇട്ടിട്ട് ഇതിലേക്ക് ചേർത്താൽ മതി. കപ്പളമുള്ളവർക്ക് കപ്പിൽ ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ. പിന്നെ ഞാൻ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. കപ്പ് മെഷർമെൻറ്റ് വേണ്ടവർക്ക് മുന്നേ ഞാനിട്ട വീഡിയോസ് നോക്കാവുന്നതാണ്. അതിനുള്ള ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിതാ 16 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റാവുന്ന രീതിയിൽ ഒന്ന് അടിച്ചിട്ടെടുക്കണം. ഇതെല്ലാം നന്നായിട്ട് ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മുടെ മിക്സ്ചർ ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കുന്നുള്ളൂ. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ടേബിൾ സ്പൂണില്ലേ, ആ ടേബിൾ സ്പൂണിൻ്റെ 1/3 ഭാഗം മാത്രമേ നമുക്കിതിൽ ബേക്കിംഗ് പൗഡർ ആവശ്യമായിട്ടുള്ളൂ. അതായത് നിങ്ങൾ ഒരുപാട് ബേക്കിംഗ് പൗഡർ ചേർക്കരുത്. 1/3 ഭാഗം മാത്രം ബേക്കിംഗ് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനിയാണ് നമ്മളിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന പ്രോസസ്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ടോ സ്പാച്ചില ഉപയോഗിച്ചിട്ടോ മിക്സ് ചെയ്തിട്ട് ചെയ്യാം. അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ്. പിന്നെ അങ്ങനെ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മിക്സിയിൽ കാണിക്കുന്നത്. മിക്സിയിൽ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം നിങ്ങൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ടതിന് ശേഷം അടിക്കരുത്. ഞാനിപ്പോൾ 20 സ്പൂണാണ് മൈദ ഇതിലേക്ക് അളന്നിട്ട് ഇടുന്നത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ മുട്ടയുടെ മിക്സ്ചർ അടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. വൈറ്റ് വിസ്ക് കയ്യിലുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി മിക്സിയിലാണ് നിങ്ങൾ മിക്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പൾസ് മോഡിലിട്ടിട്ട് മാത്രമേ മിക്സ് ചെയ്യാൻ പാടുള്ളൂ. 2-3 തവണ പൾസ് മോഡിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് കറക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കേക്ക് ബേക്കായി കഴിഞ്ഞാൽ ആ ഒരു കേക്കിനകത്ത് ഒരുപാട് ഹോളുകളുണ്ടാവും. അതിൻ്റെ അർത്ഥം കേക്കിലേക്ക് കുറേ എയർ കയറുന്നതാണ്. ഓവറായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പഞ്ചസാരയൊക്കെ മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, സ്പൂണിൽ മുഴുവനായിട്ട് കുമിച്ചിട്ട് മെഷർ ചെയ്തെടുക്കരുത്. നമ്മൾ പാലും ഓയിലൊക്കെ മെഷർ ചെയ്ത സമയത്ത് ഫ്ലാറ്റായിട്ടല്ലേ ഉണ്ടാവുക, അതുപോലെ തന്നെ മെഷർ ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് കുമിച്ചിട്ട് മെഷർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് പോകും. അപ്പോൾ കേക്ക് ഡ്രൈ ആയിട്ടിരിക്കും, മോയ്സ്റ്റ് ആയിട്ടിരിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്ലാറ്റായിട്ട് പരത്തിയിട്ട് തന്നെ എടുക്കുക, കുമിച്ചിട്ട് എടുക്കരുത്. പൾസ് മോഡിലിട്ടിട്ട് 2-3 തവണ അടിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേക്ക് ബാറ്റർ ഉണ്ടാവുക. ഒരുപാട് നേരം അടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
ഞാൻ ചെറിയ 3 ലിറ്ററിൻ്റെ അലൂമിനിയം കുക്കർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്യുന്നുണ്ട്. അടിഭാഗത്തായിട്ട് ഒരു പീസ് ബട്ടർ പേപ്പർ വെക്കുന്നുണ്ട്, അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അതൊന്ന് ജസ്റ്റ് ഇതുപോലെ ഓയിൽ കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ നല്ല പാകത്തിലുള്ള ബാറ്ററായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ടാപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ മൂടി ഉപയോഗിച്ചിട്ട് കുക്കർ അടയ്ക്കുക. കുക്കറിൻ്റെ വെയിറ്റ്, അതായത് വിസിൽ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വെയിറ്റ് ഇല്ലാതെയാണ് നമ്മൾ കുക്കറിൽ കേക്ക് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാവരും ഓർത്ത് വയ്ക്കുക. ഈ ഒരു വെയിറ്റ് എടുത്ത് വയ്ക്കുക. ബാക്കിയുള്ള ഗ്യാസ് കട്ടും കാര്യങ്ങളൊന്നും ഊരേണ്ട കാര്യമില്ല. ഞാൻ അടുപ്പത്ത് ഒരു പഴയ പാന് വെച്ചിട്ടുണ്ട്. ഈ പാനിൻ്റെ മേലെയായിട്ടാണ് ഞാൻ കുക്കർ വെച്ചിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അത് കഴിഞ്ഞാൽ 30 മുതൽ 35 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇതുപോലെ ഹോളിലൂടെ നന്നായിട്ട് ആവി പുറത്തേക്ക് വരുന്നത് വരെ നിങ്ങൾ കുക്ക് ചെയ്യുക. എന്നിട്ട് ആ സമയത്ത് മൂടി തുറന്ന് നോക്കുക. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി വെക്കുക. ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കേക്ക് ബേക്കായി എന്നാണ്. കേക്ക് നമുക്ക് മുഴുവനായിട്ട് ചൂട് തടഞ്ഞതിന് ശേഷം മാത്രമേ കുക്കറിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഈ ഒരു ബട്ടർ പേപ്പർ എടുത്ത് കളയുക. പിന്നെ നിങ്ങൾക്കിത് ചായയുടെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അതല്ല ഇത് സ്ലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഐസിങ് ചെയ്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്